പിന്നെ വേറെ ഒന്ന് പറയാനായിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ചെറിയ ഫ്ലിക്കറിംഗ് ഒക്കെ വരും. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡായിട്ടുള്ള KSEBന്ന് എന്തൊക്കെയോ പണികൾ നടക്കുന്ന കാരണം രാവിലെ തൊട്ടേ ഇത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്ത് നമ്മൾ ഫോക്കസ് ചെയ്യണം ഗൈസ്. നമ്മൾ മാത്രമേ നിങ്ങൾ ഫോക്കസ് ചെയ്യാവൂ. ഹലോ ഗൈസ് എവരിവൺ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ആളുമായിട്ടുള്ള യുദ്ധമാണ് ഗൈസ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിലിംഗ് വീഡിയോ എന്താണെന്ന് അറിയാനായിട്ട് നിങ്ങൾ അവസാനം വരെ കാത്തിരിക്കുക. അപ്പൊ ഇതും കൊണ്ട് എന്താണ് യുദ്ധം എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ? അപ്പൊ എന്താണ് നമ്മൾ നോക്കിയാലോ? അപ്പൊ ലെറ്റ്സ് ഗോ. നമ്മുടെ ഈ മുതലിനെ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ. നമ്മുടെ പബ്സ് വെച്ചിട്ട് 3 മിനിറ്റ് സമയം നമ്മൾ നമ്മുടെ ടൈമറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 മിനിറ്റ് സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ പബ്സ് ആര് കഴിക്കുന്നുവോ അവരാണ് ഇന്നത്തെ വിജയി. വിജയ്ക്ക് നല്ല അടിപൊളിയായിട്ട് പബ്സ് കഴിക്കാം. പക്ഷേ വിന്നർ അല്ലാത്ത മറ്റേ ആൾക്ക്, പരാജയപ്പെടുന്നവർക്ക് നല്ല കിടിലൻ മുട്ടൻ്റെ പണി ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് നോക്കാം ഇതിൽ ആരാണ് പണി മേടിക്കുന്നത് എന്നുള്ളത്. അപ്പം എങ്ങനെ, റെഡിയല്ലേ? അപ്പൊ റെഡിയല്ലേ ഗൈസ്? എനിവേ 10 പബ്സ് ഉണ്ട്. 5 പബ്സ് ഒരാൾക്ക്, 5 പബ്സ് മറ്റൊരാൾക്ക്. അങ്ങനെയാണ് നമ്മളുടെ ഇത് തുടങ്ങുന്നത്. എനിവേ നമുക്ക് 3 മിനിറ്റ് ടൈം ഉണ്ട്. നമുക്ക് എന്തായാലും അടിച്ച് പൊളിക്കാം ഗൈസ്. അപ്പൊ നിങ്ങളെല്ലാം റെഡിയല്ലേ? ഓള് റെഡിയാണെന്നാണ് പറയുന്നത്. ഇന്ന് ഞാൻ പരാജയപ്പെടുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ വേണം. പിന്നെ വേറെ ഒന്ന് പറയാനായിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ചെറിയ ഫ്ലിക്കറിംഗ് ഒക്കെ വരും. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡായിട്ടുള്ള KSEBന്ന് എന്തൊക്കെയോ പണികൾ നടക്കുന്ന കാരണം രാവിലെ തൊട്ടേ ഇത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്ത് നമ്മൾ ഫോക്കസ് ചെയ്യണം ഗൈസ്. നമ്മൾ മാത്രമേ നിങ്ങൾ ഫോക്കസ് ചെയ്യാവൂ. എന്നെ ഫോക്കസ് ചെയ്യണം. നമ്മളെ ഉദ്ദേശിച്ചതാണ് നമ്മൾ എന്നല്ലേ? ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. യെസ്. അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഗോതയിലോട്ട് ഇരുന്നോട്ടെ. അപ്പൊ നമ്മൾ ഇരിക്കുകയാണ് ഗൈസ്. ഇനി എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. എന്തോ ആവട്ടെ, സ്റ്റാർട്ട് ചെയ്യട്ടോ. റെഡി അല്ലേ? യാ. എനിവേ സെക്കൻഡ് സ്റ്റാർട്ട്. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാശിയേറെ പോയ നോക്ക്. ടഫ് പോകാൻ പറ്റില്ല. ഇതിനകത്ത് ഞാൻ പരാജയപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ പബ്സ് ഈറ്റിംഗ് ചലഞ്ചിൽ നമ്മുടെ എനിവേ കൺഗ്രാറ്റുലേഷൻസ്. എനിവേ താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത പണി, അതും ഞാനാണ് ഐഡിയ കണ്ടുപിടിച്ചത്. ഈ ഐഡിയ എവളാണ് കണ്ടുപിടിച്ചത്? നിങ്ങളെല്ലാരും ശ്രദ്ധിച്ചോടെ.
എവള് എന്ന് ഈ പണികൾ കണ്ടുപിടിക്കും ആ പണികളെല്ലാം അവക്കാണ്. ഞാനിപ്പോ 2-3 കണ്ടുപിടിച്ചു, അതെല്ലാം എനിക്കുമാണ് വരുന്നത്. 1 മിനിറ്റ് സമയത്തിന്റെ ഉള്ളിൽ ആ 1 മിനിറ്റ് സമയം 2 കയ്യിലും നിറച്ച ഐസ് ക്യൂബ്സ് പിടിക്കാം. നല്ല ഐഡിയ. ഇനി ഇതുപോലത്തെ വെറൈറ്റി ആയിട്ട് കൊണ്ടുവരുന്ന. അപ്പൊ നമുക്ക് തുടങ്ങിയല്ലോ, ഇതങ്ങോട്ട് ഒതുക്കിയ. അങ്ങനെ ഗായ്സ്, അപ്പൊ ഇന്നത്തെ തോറ്റവർക്കുള്ള പണിഷ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് നമ്മൾ ഈ പറയുന്ന ഐസ് ക്യൂബുകൾ കയ്യിലെടുത്ത് 2 കൈകളിലും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ വെക്കണം. അതാണ് ഇന്നത്തെ പണിഷ്മെന്റ്. 1 മിനിറ്റ് ടൈം കൊണ്ട് നാജി നിനക്ക് അടിച്ച് പൊളിച്ച് കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ നിർത്താം. അവിടെയാണ് നിന്റെ കരുത്ത് തെളിയിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഞാൻ തന്നെ കുഴിക്കുന്ന കുഴിയിൽ അതിനകത്ത് ഹോൾഡ് ചെയ്തെടുക്കാനുള്ളത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എടുക്കാം. പോരാ പോരാ മോളെ പോരാ. ഇല്ല ഇന്ന് ഞാൻ അടിച്ച് പൊളിക്കും മക്കളെ. അവർ റെഡിയല്ലേ? അപ്പൊ തുടങ്ങിയത് ഗായ്സ്. ഓക്കെ, സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ ഫീൽ ചെയ്ത് പറയൂ. എങ്ങനെയുണ്ട് ഗൈസ്? എങ്ങനെയുണ്ട്? എത്ര സെക്കൻഡ് ആയാലും ടൂൺ കേൾക്കൂ ഗൈസ്. പോരാട്ടം നടക്കട്ടെ. ഉജ്ജ്വലമായ പോരാട്ടമാണ് ഇത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇതാണ് പറയുന്നത്, വടി കൊടുത്തടി മേടിക്കുമെന്ന് പറയുന്നതാണ്. പണി എനിക്കും തരുമെന്നാണ് ഗൈസ് പറയുന്നത്. അപ്പൊ ഞാൻ കൂടുതൽ ആഹ്ലാദിക്കാൻ പാടില്ല. ഞാനൊക്കെ കണ്ടം വഴിയോട് ഗൈസ്. എങ്ങനെയുണ്ട്? ഹൗസ് ഇറ്റ്? കൊള്ളൂല സത്യം കേട്ടോ. അപ്പൊ 2 മിനിറ്റ് ആക്കണം. വേണ്ട 1 മിനിറ്റിൽ എന്താണ് ഇത്രയും? 5 മിനിറ്റ് ആക്കാനുള്ളത് ഐസ് ക്യൂബ് തീരുന്നവരെ ആക്കണം. അതാണ് ചലഞ്ച്. നമ്മളെ നാജിത്താത്ത ഇതിനകത്ത് ഏറെ ആയിട്ട് അമ്മോ തടുത്ത്. അങ്ങനെ നാജിത്താത്ത ഇതിനകത്ത് വിജയിച്ചിരിക്കുകയാണ്. ആ സ്പിരിറ്റ് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ പുള്ളി എടുത്ത എഫേർട്ട്, നാജിത്താത്ത എടുത്ത എഫേർട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിരിക്കും വിചാരിച്ചിട്ടാണ് ഞാൻ മിനിമം ഒരു 5 മിനിറ്റ് എങ്കിലും ആക്കണം. എന്റെ സമയമാകുമ്പോ 1 മിനിറ്റ് അല്ലാതെ കൂടുതൽ നീ എനിക്ക് തന്ന അമ്മച്ചാണ് ഞാൻ ഇവിടെ നിറഞ്ഞു ഓടും. അപ്പൊ എനിവേ നമ്മളുടെ ഇന്നത്തെ ചലഞ്ചിങ് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വിചാരിച്ച് ഞാൻ എടുത്തു വെച്ച ഒരു പണിയായിരുന്നു. പക്ഷെ ഇത് വളരെയധികം കൈന്റെ അക്കൗണ്ടല്ലോ അങ്ങനെ തുളഞ്ഞു കയറുന്ന അവസ്ഥ. സമയമായി ഗൈസ്. അപ്പൊ നമുക്ക് ഞങ്ങൾ വൈൻഡപ്പിലോട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ ഈ അടിപൊളി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ആ ഹൈ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് വിടുക. ഇതിനും അടിപൊളി ഗംഭീര ചലഞ്ച് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നവരേക്ക് ദിസ് ഈസ് ഫുഡ് അടി കപ്പിൾ സൈനിങ് ഓഫ്.